ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ മിസോറാമിലെ മിംപക് ലുംപുക് ഗ്രാമങ്ങളിൽ അസം റൈഫിൾസ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമവാസികൾക്ക് ആവശ്യമായ വൈദ്യചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നതായിരുന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ലക്ഷ്യം. ഇതിനു പുറമെ വൈറൽ രോഗങ്ങൾക്കെതിരെയുള്ള മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ ബോധവൽക്കരണവും ഗ്രാമവാസികൾക്ക് നൽകി. കൂടാതെ മെച്ചപ്പെട്ട ജീവൻ നിലവാരത്തിനായി ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംഘം വിശദീകരിച്ചു. ബീഹാറിലെ ഭഗൽപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വളപ്പിലുണ്ടായ തീപിടുത്തത്തിൽ 2 ഗാർബേജ് ട്രക്കുകൾ പരിപൂർണമായി കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. കർണാടകയിലെ ബെല്ലാരിയിൽ 5.6 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം പോലീസ് പിടികൂടി. പണത്തിനു പുറമെ 3 കിലോ സ്വർണവും 103 കിലോ വെള്ളിയാഭരണങ്ങളും പിടികൂടിയവയിൽ ഉൾപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തിയ 4 തട്ടിപ്പുകാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. റിയാസ് അഹമ്മദ്, കസ്മുദ്ദീൻ റഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. യാത്രക്കാരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. യാത്രക്കാരിൽ നിന്ന് ലഗേജും പാസ്പോർട്ടും 1800 റിയാലും സംഘം മോഷ്ടിച്ചിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്ന നിലയിൽ തുടരുകയാണെന്ന് KSEB അറിയിച്ചു. 108.22 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചതിലൂടെ വൈദ്യുതി ഉപഭോഗം ശനിയാഴ്ച സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി 12-ന് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്ന് KSEB നിർദ്ദേശിച്ചു.